ശരി. ശ്രീമതി ദീപ അനിൽ, ഒരു സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്ത് കേരളത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് മാലാഖമാരെന്ന്. ഇപ്പോൾ പറയുന്നു അനാവശ്യമായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ചെയ്യുന്നുവെന്ന്. അവരെ കേൾക്കാനുള്ള മനസ്സ് പോലും, ഒരു മനസ്ഥിതി പോലും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കാണിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് ഈ ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആശാ വർക്കർമാരുടെ തന്നെ ഇടതുപക്ഷ സംഘടനയായ CITUവിന്റെ ലേബലിലുള്ള ആശാ വർക്കർമാര്, അതിന്റെ കീഴിലുള്ള ആശാ വർക്കർമാര് ഈ സമരത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സ്വന്തം വർഗത്തിലുള്ളവരുടെ അവകാശ സമരത്തെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് തൊഴിലാളി വർഗ പാർട്ടിയിലെ തൊഴിലാളി യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കാണിക്കുന്നത്. 7000 രൂപയാണ് ഇവരുടെ ഓണറേറിയം എന്ന് പറയുന്ന ഒരു മാസം. ഒരു ദിവസം പോലും ഈ പറയുന്ന മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഈ ഒരു 7000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല, അവരുടെ ഇന്നത്തെ ആർഭാട ജീവിതം വെച്ച് നോക്കുമ്പോൾ. അവിടെയാണ് ഈ 30 ദിവസം 7000 രൂപ വെച്ച് കഴിയണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെട്ട ഒന്നായിരുന്നു, പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഈ ആശാ വർക്കർമാരുടെയും മറ്റ് ഈ സ്കൂളിൽ പിന്നെ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവരുടെ അങ്ങനെയുള്ള അവരുടെയൊക്കെ വേതനം 700 രൂപ ആക്കി, ഡെയിലി 700 രൂപ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്, ഇതുവരെയും ആ ഒരു വാഗ്ദാനം നിറവേറ്റിയിട്ടില്ല. ആ ഒരു ആവശ്യവുമായിട്ട് സമരം ചെയ്യുന്നവരുടെ സമരത്തെ അനാവശ്യ സമരമെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റാണ് നൽകേണ്ടതെന്നും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള പാളിച്ചയാണെന്നുമൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെ പഴിചാരിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിന് തടി തപ്പുന്നത്. തീർച്ചയായിട്ടും ആശാ വർക്കർമാരെന്ന് പറയുന്ന സമൂഹത്തിനെ നമ്മൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കോവിഡ് മഹാമാരി സമയത്ത് ഈ എല്ലാവരും വീട് അടച്ച് വളരെ സുരക്ഷിതരായി ഇരുന്നപ്പോൾ ഓരോ കോവിഡ് രോഗികളെയും സന്ദർശിച്ച് അവരുടെ അടുത്ത് പോയി വൈറസ് വാഹകരായി സ്വന്തം വീട്ടിൽ പോയി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെയോ സ്വന്തം ജീവന്റെയോ സുരക്ഷിതത്വം മാനിക്കാതെ നിസ്വാർത്ഥരായിട്ട് ജോലി ചെയ്തവരാണ് അവർ. ശരിക്കും മാലാഖമാർ തന്നെയായിരുന്നു അന്ന്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തെ നമ്പർ 1 ആരോഗ്യ മേഖലയിലാക്കി എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കണം. കോവിഡ് സമയത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എത്രമാത്രം ഈ പകർച്ചവ്യാധികളാണ് ഓരോ സമയത്തും നമ്മുടെ നാട്ടിൽ വരുന്നത്. ആ സമയത്തെല്ലാം തന്നെ ഈ ആശാ വർക്കേഴ്സാണ് ഓരോ വീടുകളിലും പോകുന്നത്. അവിടെ ഇവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഒരു വീട്ടിലൊരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇവരെങ്ങനെ പോകും? 7000 രൂപ വെച്ചിട്ട് ഒരു കുടുംബം പുലർത്തേണ്ടതാണ് ഇവർ. അതിന് ഏറ്റവും വലിയ ഒരു മാനദണ്ഡം വച്ചേക്കുന്നത് മറ്റ് ജോലികൾക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന മാനദണ്ഡമാണത്. ഈ ജോലി ചെയ്യുന്നവർ മറ്റ് ജോലികൾക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു ചെറിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്, തൊഴിലുറപ്പിന് പോകാമെന്ന് അങ്ങനെ എന്തോ ഉള്ളത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ്? കാരണം ആദ്യം ഇവരെ ഹയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 2 മണിക്കൂർ 3 മണിക്കൂർ ജോലി എന്നാണ്. ഇപ്പോൾ ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ PHCകളിലും CHCകളിലും ജോലി ചെയ്യുന്നുണ്ട്. പാലിയേറ്റീവിന്റെ നമുക്കറിയാം, പാലിയേറ്റീവ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സമയബന്ധിതമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന ആശാ വർക്കർമാരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിന്റെ ചുമതലയാണ്. സമൂഹത്തിനെയും ആരോഗ്യ മേഖലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ടേഴ്സ് ആണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംരക്ഷിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ജീവിത നിലവാരം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിന് സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു മോശം കാര്യമാണ്, അല്ല അവർക്ക് അറിഞ്ഞു നൽകേണ്ടതാണ്. ശരി.